ശ്രീ ജോൺ മുണ്ടക്കയം, അത് പുറത്തു ഇവിടെ വന്നില്ല. അതിനകത്തൊരു ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ തന്നെ താങ്കൾ ഈ ലേഖനത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചതാണ്. അത് പ്രഖ്യാപിച്ചതാണല്ലോ എന്ന് പറയുമ്പോൾ അതൊന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാൽ മതി എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നതെന്നാണല്ലോ താങ്കളുടെ ലേഖനത്തിലുള്ളത്. അതെ എൻ്റെ ചോദ്യം എന്ന് അതെ അതെ പറയുന്നത്, യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം പറ്റിയ ഏറ്റവും വലിയ പിഴവ്, ഞാൻ കോട്സിലിടുകയാണ് പിഴവ് എന്ന വാക്ക്, ആ, ഉം. ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ആ ജുഡീഷ്യൽ അന്വേഷണമാണല്ലോ വിഷയത്തെ ഏറ്റവും വലിയ നമുക്ക് ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയും പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ്, തിരുവനന്തപുരത്ത് മലയാള മനോരമയുടെ ബ്യൂറോ ചീഫായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള താങ്കൾ എന്നുള്ളത് നമുക്കറിയാമല്ലോ. ജുഡീഷ്യൽ അന്വേഷണം സാധാരണഗതിയിൽ എങ്ങനെയാണ്, ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ജഡ്ജിയെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് എന്ന്, അവിടെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് ഒരു വീഴ്ച പറ്റിയത്? ആ വീഴ്ച എങ്ങനെ പറ്റി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതല്ലേ അതിനകത്ത് സ്റ്റോറി. കാരണം അത് വീഴ്ച പറ്റുക എന്നുള്ളതല്ലല്ലോ ഉമ്മൻചാണ്ടി ആ കാര്യത്തിൽ എടുത്ത നിലപാടെന്ന് ഒരു പറഞ്ഞാല് സ്വതന്ത്രമായ ആരത് അന്വേഷണം വീഴ്ച നടക്കട്ടെ എന്ന് ഉമ്മൻചാണ്ടി തീരുമാനിച്ചതാണോ, അതോ നടക്കട്ടെ, ഉമ്മൻചാണ്ടിയെ വേറെ ആരന്വേഷിച്ചാലും ആരെങ്കിലും ഇതിനകത്ത് ഒന്നും തെറ്റിദ്ധരിപ്പിച്ചതാണോ? അതെ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഹൈക്കോടതി ഇരുന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിയെ വെക്കുകയാണ്. അപ്പം ഇത് ആള് കോൺഗ്രസ്സുകാരനായിരിക്കണമെന്നില്ല വെക്കുന്നത്. അങ്ങനെ വല്ല നമ്മൾ ജഡ്ജിയെ നമുക്ക് വെക്കേണ്ടത്. പറയാം എനിക്ക് അങ്ങനെ. എനിക്ക് ശ്രീ ജോൺ മുണ്ടക്കയം, തോന്നുന്ന ഒരാളെ നമുക്ക് വെക്കുക. അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ആകരുതല്ലോ, ആരന്വേഷിച്ചാലും സ്വതന്ത്രമായ ആരന്വേഷിച്ചാലും അന്വേഷണമാണല്ലോ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറയാം. പക്ഷേ എപ്പോഴും അങ്ങനെയല്ലല്ലോ സംഭവിക്കാറുള്ളത്. തങ്ങൾക്ക് വിശ്വാസമുള്ളവരെയല്ലേ സാധാരണഗതിയിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് വെക്കാറുള്ളത്? എനിക്കറിയാം. ഞാൻ എന്നോട് ആലോചിച്ചിട്ടല്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് വെച്ചതെന്നുള്ളത് എനിക്കറിയില്ല. അല്ല, ആ അത് വെച്ച കാലഘട്ടത്തിൽ ആളുടെ രമേശ് രാഷ്ട്രീയ ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പ് ഒക്കെ വളരെ സജീവമായിരുന്നു. അല്ല, അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അതിനകത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് റോൾ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ സംഭവിച്ചു. ഒരുപക്ഷെ അങ്ങനെ വെച്ച ഒരു ദുരുദ്ദേശത്തോടെ വെച്ചതും ആയിരിക്കില്ല. സദുദ്ദേശത്തോടെ ആയിരിക്കും വെച്ചത്. പക്ഷെ അത് ഇങ്ങനെ സംഭവിച്ചു. സംഭവിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പിന്നീട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഉം. അത് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു ഇത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. ഇത്തരം പ്രായോഗിക ബുദ്ധിയുള്ള ഒരാള് ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ് എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ജോൺ ബ്രിട്ടാസ് അന്ന് കൈരളി ടിവിയുടെ MD-യും എഡിറ്റർ ഇൻ ചീഫും മാത്രമായിരുന്നു. പാർട്ടി അംഗവുമായിരിക്കും സ്വാഭാവികമായിട്ടും, ദേശാഭിമാനിയിലൊക്കെ പ്രവർത്തിച്ച ഘട്ടത്തിൽ തന്നെ. അങ്ങനെ ജോൺ ബ്രിട്ടാസ് മുഖാന്തരം മലയാള മനോരമയുടെ ബ്യൂറോ ചീഫുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം തീർത്തത് എന്നൊക്കെ പറയുമ്പോൾ, CPM-ഉം കോൺഗ്രസും അവർ ദീർഘകാലമായി നല്ല പരിചയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരാണല്ലോ. അങ്ങനെ രണ്ട് പത്രപ്രവർത്തകർ വേണമായിരുന്നോ എന്നൊരു ബേസിക് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ തിരികെ പോവുകയാണ്. അല്ലാതെ ഇങ്ങനെയായിരിക്കാം. അതിനകത്ത് ചില കാര്യങ്ങൾക്കൊരു നിമിത്തം ഉണ്ടാവണമല്ലോ. സമരം അങ്ങനെ പിന്നെ കത്തിക്കാളി നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ നേതാക്കളിലേക്ക് അത് എത്താനായിട്ട് എളുപ്പമല്ലായിരുന്നായിരിക്കണം. ഉം. അപ്പം പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഉം. ആ, ഐസക്കിന് ബേക്കറി ഞാൻ ജംഗ്ഷനിലായിരുന്നു. ഇത്രയും വർഷമായിട്ട് അത് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ഇപ്പം അല്ല, ഈ ഇതൊരു തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായി ഇരുന്ന കാലഘട്ടത്തിലൊക്കെ നേതാക്കളുമായിട്ടൊക്കെയുള്ള സമ്പർക്കങ്ങളും സംസർഗങ്ങളും ഒക്കെ എഴുതാനാണോ ശ്രീ ജോൺ മുണ്ടക്കയത്തിൻ്റെ തീരുമാനം? അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ ഉമ്മൻചാണ്ടിയെ കുറിച്ച് അങ്ങനെയാണ്, എഴുതുന്നേ ഉള്ളൂ. എന്തൊക്കെ എഴുതേണ്ടി വരും? അത് വേണ്ടി വരും. അല്ല, ഞാൻ ചോദിച്ചത് ആ ഘട്ടത്തിൽ ഐസക് അറിഞ്ഞിരുന്നില്ല. ഐസക് ബേക്കറി ജംഗ്ഷനിലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ടെലിയിൽ അതെ അദ്ദേഹത്തെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം അത് അറിഞ്ഞിരുന്നില്ല. ആ സമയത്ത് അതെ അതെ താങ്കൾ അതെ. ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ടെലിവിഷനിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് ഐസക് അത് ഞെട്ടലോടുകൂടി അറിയുന്നത് എന്ന്. ഐസക് വളരെ അതെ ആവേശകരമായിട്ടാണ് അല്ലേ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. സി തീർച്ചയായിട്ടും. ദിവാകരൻ ആ ഘട്ടത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെയാണ് തീർന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന്. അദ്ദേഹം ആ സമയത്ത് വളരെ സജീവമായി CPI-യുടെ പന്നിൻ പാർലമെന്റ്. രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ആര് പന്നിൻ പന്നി? രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഉം. അതെ. അതെ, അതെ. അപ്പോൾ LDF ഇത് പിണറായി വിജയൻ്റെ മാത്രം തീരുമാനമായിരുന്നു എന്നാണോ ശ്രീ ജോൺ മുണ്ടക്കയം? അതെനിക്കറിയില്ല. എനിക്കറിയില്ല. അല്ല, അന്ന് പിണറായി വിജയൻ മാത്രം തീരുമാനം എടുത്താൽ മതിയായിരുന്നു. പ്രതിപക്ഷ നേതാവാണ് VS എങ്കിൽ പോലും പിണറായി വിജയനായിരുന്നു അന്ന് അല്ല, നിയന്ത്രിച്ചത്. ഞാനതിനെ എങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. ആ സമരം അങ്ങ് തീർന്നല്ലോ. ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ച ഒരു സമരം ഉം. ഈ ഈ പറഞ്ഞതുപോലെ ഒരു ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു ഘട്ടത്തിൽ ഞാൻ പോലും സംശയിച്ചു പോയി ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്രയും ആരോപണം വന്നപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷെ ഉം. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെ ഒരു കെട്ടിപ്പൊക്കിയ ഒരു നുണക്കഥയായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സംഗതി അന്ന് തീർന്നു പോയത് നന്നായില്ലേ? കാരണം ആളുകളുടെ ബുദ്ധിമുട്ട് കുറഞ്ഞു. 3 ദിവസത്തിൽ കൂടുതൽ ആ സമരം നീണ്ടിരുന്നെങ്കിൽ തലസ്ഥാനത്ത് സ്ഥിതി എന്താകുമായിരുന്നു? ഉം. ഉം. അല്ല, CPM-ന് ബുദ്ധിമുട്ടുണ്ടാക്കിയേനെ അല്ലേ സ്വാഭാവികമായിട്ടും? ആ ഉണ്ടാകുമായിരിക്കും. അല്ല, എവിടെയും വെച്ച് അവസാനിപ്പിക്കാതെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജിക്ക് കോൺഗ്രസും UDF-ഉം തയ്യാറല്ല എങ്കിൽ CPM പിന്നെ എങ്ങനെ അവസാനിപ്പിക്കും?
അല്ല, അതൊക്കെ ശരിയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. ഏതായാലും ഞാൻ ഒന്നുകൂടി വിളിക്കും. ബ്രിട്ടാസ് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാനൊരു പുറത്ത് യാത്രയിൽ പോയാൽ വൈഫൈ ഉണ്ടാവില്ല. ആയിക്കോട്ടെ, അപ്പൊ ശ്രമിക്കാം എനിക്ക് ശ്രമിക്കാം. ശ്രീ ജോൺ മുണ്ടക്കയം, നന്ദി സഹകരിച്ചതിന്. മലയാള മനോരമയുടെ തിരുവനന്തപുരത്തെ മുൻ ബ്യൂറോ ചീഫാണ് ജോൺ മുണ്ടക്കയം. അദ്ദേഹം മലയാളം വാരികയിൽ എഴുതിയിട്ടുള്ള ലേഖനം, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ എക്സ്ട്രാക്റ്റാണത്. അപ്പോൾ മലയാള വാരികയിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിലാണ് ഈ പറയുന്ന വിവരങ്ങൾ ഉള്ളത്.